നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ആർത്തും ഘോഷിച്ചും ആർത്തും ഘോഷിച്ചും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ. നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ട്
തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാനെനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാനെനിക്കധികം കൊതിയുണ്ടേ. ചേർന്നിടും അങ്ങേറിയ തീരത്ത്, വേഗം ചേർന്നിടും അങ്ങേറിയ തീരത്ത്. ചേർന്നിടും അങ്ങേറിയ തീരത്ത്, വേഗം ചേർന്നിടും അങ്ങേറിയ തീരത്ത്. ആശ്വാസം കൊടുക്കാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ സ്വർഗസ്വനായ ദൈവം പ്രിയ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദീർഘവർഷക്കാലം കർത്താവിനെ വിശ്വാസമായി സേവിച്ചതിന് ശേഷം അക്രനാട്ടിലേക്ക് കടന്നുപോയ പ്രിയ സഹോദരനെ നമ്മൾ ഓർക്കുന്നു. തൻ്റെ ജീവിത രീതി ഓർക്കുന്നു. കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു. എന്നാൽ നല്ല പാതയെ കാണിച്ചിട്ട് കടന്നു പോയിരിക്കുമ്പോൾ ചെന്നെത്തിരിക്കുന്ന സ്ഥലം കർത്തൃസന്നിധിയിലാണ്. ശേഷിച്ചിരിക്കുന്ന ഭവനാംഗങ്ങൾ നാം ഓരോരുത്തരും ദുഃഖത്തിലായിരിക്കുന്നു. നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ കരം ഇന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ നടക്കേണ്ടതിന് വേണ്ടി എല്ലാ ശുശ്രൂഷയും കർത്താവിന് ഹിതകരമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് ദാസ പാസ്റ്റർ ജേക്കബ് ചെറിയ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ ആരംഭിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്.
കർത്താവ് ഇനി തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചു മുമ്പ് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. വാത്സല്യ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് വേണ്ടപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരൊരു വാക്ക് ഗുഡ് ബൈ പറയുവാൻ പോലും അവസരമില്ലാതെ അവിടുത്തെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. ഞങ്ങളെല്ലാം ഈ ഭൂമിയിൽ പരദേശികളായി പാർക്കുമ്പോൾ താൻ പ്രത്യാശ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ ആത്മാവ് വിശ്രമിക്കുന്നത് ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് ഒരു വശത്ത്. അപ്പോൾ തന്നെ ശാരീരികമായ വേർപാടിൽ ഉണ്ടായിരിക്കുന്ന അതീവ ദുഃഖത്തിൽ, സങ്കടത്തിൽ, ഭാരത്തിൽ, വേദനയിലായിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് അറിയുന്നു, കാണുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട്, ആശ്വാസം കൊണ്ട് നിന്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ അവിടുന്ന് കെട്ടണമേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, നീ അവരുടെ വേദനകളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ല പോരാട്ടം പോരാടി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുന്ന കൊണ്ണം താൻ യേശുവിനെ കണ്ട കാലം മുതൽ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കർത്താവ് കൊടുത്ത ആ കഴിവിനനുസരിച്ച് എല്ലാവരോടും സ്നേഹത്തിൽ, സൗമ്യതയിൽ, ആത്മാർത്ഥതയിൽ ഇടപെടുവാൻ, നല്ല ഒരു മാതൃക ഞങ്ങളുടെ മുമ്പിൽ വെച്ചു പോകുവാൻ കർത്താവ് ആ ദൈവദാസൻ, ആ സഹോദരനെ നീ ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓട്ടം വിശ്വസ്തയോട് ഓടുവാൻ, മാതൃകയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. തൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ അതീവ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ സഹോദരി ലാലുകുട്ടിയെയും കുഞ്ഞുങ്ങളെയും അവരുടെ അടുത്ത ബന്ധുക്കളെയും സഹോദരങ്ങളെയും ആത്മീയ സഹോദരങ്ങളായ അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കടന്നു വരുവാനുള്ളവരെല്ലാവരെയും തക്ക സമയത്ത് കൊണ്ടുവരണമേ. കാലാവസ്ഥയുടെ അല്പമായ തണുപ്പിന് പ്രയാസമുണ്ടെങ്കിലും കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. യാത്രകളിൽ കൂടെ ഇരിക്കണമേ. കർത്താവ് തൻ്റെ വാത്സല്യ സഹോദരങ്ങളും പ്രിയ മാതാവും നാട്ടിൽ ആയിരിക്കുന്നു. ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും ക്രമീകൃതമായി നടക്കുവാൻ തൊക്കൊണ്ടും ഇടയാക്കണമേ. കർത്താവ്, കോവർക്കേഴ്സിനായി, എല്ലാ സ്നേഹിതർക്കായി, പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരും ഈ സമയത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ആശ്വാസം പറയുവാൻ തൊക്കൊണ്ടും ഇടയാക്കണമേ. ഇന്ന് തുടർന്ന് സംസാരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആശീർവദിക്കണമേ. ആരെങ്കിലും ഈ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരാതെ നിത്യനരകത്തിന് യോഗ്യരായി ഇവിടെ കടന്നു വരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യത ഒന്ന് കൈവശമാക്കുവാൻ, കരസ്ഥമാക്കുവാൻ അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി ദൈവകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. തുടർന്ന് സഹോദരന്മാർ മുന്നോട്ട് കടന്നു വന്ന് ഒന്ന് രണ്ട് songs of hope will be sung by our brothers. At that time, if anybody want to view the body, come this way and view the body and come around there. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണും നല്ലോ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധൗ കൂട്ടരെ കാണും നല്ലോ ആമോദത്താൽ തിങ്ങി ആശ്ചര്യ ഓടാവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു ആമോദത്താൽ തിങ്ങി ആശ്ചര്യം ഓടാവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്ക തിരു മുഖം കാൺമാൻ
കൊതിച്ചവർ ഉല്ലാസം ഓടിത നോക്കിയിടുന്നു. തങ്ക തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസം ഓടിത നോക്കി ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ തന്മാകളിൽ കണ്ണു നീരെല്ലാം താരെന്താൽ എന്നേക്കുമായി തുടച്ചിതല്ലോ. തന്മാകളിൽ കണ്ണു നീരെല്ലാം താരെന്താൽ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദ പൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യും അവർ. പൊൻവീണകൾ ധരിച്ചാമോദ പൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യും അവർ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആ കൂട്ടത്തിൽ സുത്തരോടൊന്നിച്ചൻ ആനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധം ചേർത്താൻ മതി. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. Praise God. Some glad morning when this life is over, I'll fly away to a home on God's celestial shore. I'll fly away. I'll fly away, oh glory. I'll fly away. When I die, hallelujah, by and by, I'll fly away. When the shadows of this life have gone, I'll fly away. Like a bird from prison bars and flow, I'll fly away. I'll fly away, oh glory. I'll fly away. When I die, hallelujah, by and by, I'll fly away. Just a few more
days and then I'll fly away to a land where joy shall never end. I'll fly away, and I'll fly away, oh glory. I'll fly away when I die. Hallelujah, by and by I'll fly away. Praise God. Greetings you all in the precious name of our Lord and Savior Jesus Christ. It is indeed a sorrowful time to come like this in this place, but it was God's pre-plan, I believe, that we should gather here. It is completely unexpected that our dear brother departed from us, went to be with the Lord on last Thursday evening around 5:30, but he is in a better place, and we know through the word of God, we know he is resting with his Master and Lord and Savior Jesus Christ. And we, the remaining family members, are grieving for his departure, but our Lord's presence is here, and he is the only one can comfort in this situation. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതമായ യേശുവിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ആകയാൽ സ്വർഗ്ഗസ്ഥനായ കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ മധ്യത്തിൽ ജീവിക്കുകയും മാതൃകയോടെ ജീവിക്കുകയും ചെയ്ത പ്രിയ സഹോദരൻ നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖവും ഭാരവും ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് നടത്തട്ടെ. കുടുംബങ്ങളായി ബന്ധുമിത്രാദികളായി പലരും ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരെയും കർത്താവ് അനുക്കട്ടെ. ദൂരത്തും ചാരത്തു നിന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിക്കട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൽ 27 നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണമെന്നുള്ളത് നമ്മുടെ ചോയ്സ് അല്ല, സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. ഡെത്ത് ഈസ് നോട്ട് എ മാൻസ് ചോയ്സ് ബട്ട് ഈസ് ഡെസ്റ്റിൻഡ് ബൈ ദ ലോർഡ്. And we all have to go through it, whether we like it or not, we all have to go. But when a person accepts Jesus Christ as his or her personal Savior, death is gone from that person. Right now, Samu Epen is not dead. You believe that? Samu Epen is not dead. That person, Samu Epen, because he put the trust in the Lord Jesus Christ, he just transferred from this body to eternal body. He's not here, that's true. That's why we are grieving. We are crying because he's not here. But he is not in this body to suffer any more sickness, diseases or anything. But he is in a better place. We, the remaining people, are grieving for him. Don't grieve for him because he is in a better place. സാമൂഹിപ്പനെ നോക്കി ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ കർത്താവിൻ്റെ ദാസൻ ചെറിയ കാലത്ത് കർത്താവിനെ രക്ഷനായി സ്വീകരിക്കുകയും തനിക്ക് കൊടുത്ത ആയുസ്സിൽ കർത്താവിനെ വളരെ മാതൃകയോടെ സേവിക്കുകയും ചെയ്ത കർത്താവദാസൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കർത്താവ് നിശ്ചയിച്ച ആ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമുക്കെല്ലാം ഒരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. God has destined a time for me and you, and that time is approaching. As I always say in the Sunday worship service, even if you don't come next Sunday on worship, make sure you are with the Lord. How many of you are assured about that this evening as we sit here? That we are here Sunday evening and we will depart from here, go to our respective places, and this body will be taken to Kerala Wednesday along with the family, and it will be buried there. It's true. But till we meet again in this world, somewhere, some circumstances, how many of us are sure that if the Lord calls me, I will be with the Lord more than I'll be with my family? That is the hope we need these days. Unless and until we have a hope, we just lead a life and perish in this world. But imperishable place is there where the Lord is. That is where we put the hope. That's the difference between true Christianity and the rest of the religion, because we don't believe in a group of faith, but we believe in a person who gave us the hope and faith. That's the difference. So that is our Lord Jesus Christ, in whom we put the trust. That is where our dear Samuel put the trust so many years ago. And he is in that place where he put the trust at his younger age. ചെറുപ്പകാലങ്ങളിൽ തനിക്ക് തിരിച്ചറിവായപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ അന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വചനം വിശ്വസിക്കുന്നു, ഓരോരുത്തരും വിശ്വസിക്കുന്നു,
നമ്മുടെ എല്ലാം പ്രത്യാശ. കർത്താവേ, നീ ഇന്ന് വന്നെങ്കിൽ നല്ലതായിരുന്നു, ഇന്നെന്നെ ചേർത്തെങ്കിൽ നല്ലതായിരുന്നുവെന്ന് ഈ കർത്താവദാസനും അതുപോലെ പ്രത്യാശയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ ദിവസം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളോടായിട്ട് പറയാതെ പോയിട്ടുള്ള പ്രയാസമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്കാർക്കെങ്കിലും ആരോട് പറയാൻ പറ്റുമോ, ഞാൻ നാളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റുമോ? Anybody can witness to other. Can I tell my wife tonight, my dear wife, my Lord is coming tomorrow to take me away and I am going? Will you believe that? We don't get a chance. We never know when the Lord called us. And we should be ready all the time. I'm not going to take time. This is about a church time. I want to give some other representative, take a few minutes each to reflect and what his life was all about. Then we go to the general public very soon. God bless you. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യനെ വിജയിച്ചിരുന്നു. മരിക്കുക എന്നുള്ളത് ലോകപ്രകാരമുള്ളതാണ്, അത് ശരി തന്നെ. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, സാമു ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ പലരും ഉൾപ്പെടെ, നമുക്ക് മരണമില്ല. ശരീരത്തിൽ നിന്ന് വേർപാടുണ്ട്, പക്ഷെ അത് മരണമല്ല. എ ട്രാൻസ്ഫോം ഫ്രം ഹിയർ ടു ദി ഇറ്റേണിറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സാമു പോയിരിക്കുന്ന സ്ഥലത്ത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും, anyone who listen to me, where the Samu Epen is resting, if you want to go, read the word, obey the word and get ready to go when he calls. That is simple as that. അതുകൊണ്ട് നമ്മളെല്ലാം റെഡി ആയിരിക്കണം. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ പോയതുകൊണ്ട്, പ്രിയ ലാലിക്കുട്ടി, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട എല്ലാം ദുഃഖത്തിലായിരിക്കുന്നു. അവരോട് നമ്മൾ ദുഃഖിക്കുന്നു. എന്നാൽ ഈ ദുഃഖം മാറ്റാൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല, കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനിയും സാമൂഹിക ചെന്ന സ്ഥലത്ത് ചെന്ന് നമ്മൾ പ്രിയ സഹോദരനെ കാണും, മുൻപേ പോയവരെ കാണും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ആകയാൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് പിടിക്കട്ടെ. ചർച്ചിലെ ചില ഒഫീഷ്യൽ മുന്നോട്ട് വന്ന് ചില ചുരുക്കം ചില മീറ്റ് എടുക്കും. കർത്താവ് നമ്മെ സൺഡേ സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്ത് ബ്രദർ KV Varghese, പ്ലീസ് കം. Praise the Lord. This is a very thoughtful time. I know at this occasion I would like to say a few words. Talking about Brother Samu, he was a spiritual and pious person, and my kids especially told me he was a sweet uncle. As we see in John's Gospel, 11th chapter, 25 and 26, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. So as the pastor said, he is in a better place. He is not dead. He is alive in spirit. Also, we also see in Daniel chapter 12 verse 13, നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. So he also going to appear when Jesus comes to receive his share. So he is alive. And so we have to have a good hope, and we also go one day like this to be with Jesus. So as born again Christians, we're going to see him when Jesus comes. So finally, on behalf of IPC Sunday School and also behalf of me and my family, I extend condolence to Sister Lalikutti and children and all relatives. May the good Lord bless you all and comfort you. Thank you very much. Next, representing PYPA, Brother Aji Varghese, please come. Praise the Lord. അടുത്തതായിട്ട് അജി പോകേണ്ട വരും, ഇവിടെയുണ്ട്. ഓക്കെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ മനുഷ്യവാക്കുകൾ കൊണ്ട് ആശ്വാസം പകരുവാൻ സാധ്യമല്ലെങ്കിൽ തന്നെയും നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം
ഈ പ്രിയ കുടുംബാംഗങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഈ കർത്താവിൻ്റെ ദാസനുമായി കഴിഞ്ഞ ചില വർഷങ്ങൾ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഞാൻ ഈ ചർച്ചിൽ വന്നതിൻ്റെ പ്രാരംഭ സമയം മുതൽ എനിക്ക് സാമുചാനുമായിട്ട് പരിചയപ്പെടുവാനിടയായി. ഈ അവസരങ്ങളൊക്കെ പലരിൽ നിന്നും വ്യത്യസ്തമായി സൗമ്യതയുള്ള ഒരു വ്യക്തിയായി എനിക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട്. പലപ്പോഴും എന്നെ കാണുമ്പോൾ അജി എന്നുള്ളൊരു വിളി, എൻ്റെ പേര് അജി, അപ്പോൾ അജി എന്നുള്ളൊരു വിളി കേൾക്കുന്നത് തന്നെ ഒരു മധുര വാക്ക് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് നല്ല ഒരു മാതൃക തികച്ച് ദൈവസന്നിധിയിൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറയുവാൻ സാധിക്കും. താൻ നമുക്ക് മുമ്പിൽ കാണിച്ചു വെച്ച നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമ്മളും പ്രാപ്തരാണ്. ദൈവവചനത്തിൽ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ സാമുച്ചാൻ താൻ ചലനമറ്റൊരു ശരീരവുമായി ഇവിടെ ആയിരിക്കുന്നെങ്കിൽ തന്നെയും ഒരു ദിവസത്തിൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ രൂപാന്തരം പ്രാപിച്ച് ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി കർത്താവിനെ എതിരേൽക്കാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസന് നമ്മളോട് വിളിച്ചു പറയാനുള്ള ഒരു വിഷയം ഇപ്പോൾ ഇതാണ്: എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയിൽ ആ ദൈവത്തോടുകൂടെ ചേരുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുവാണ്. നാമും അപ്രകാരമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസരത്തിൽ ചർച്ചിൽ PYPയുടെ നാമത്തിൽ ഉള്ള അഗാധമായ ദുഃഖത്തെ ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സഹോദരി സമാജ റെപ്രസെൻ്റേറ്റീവ് സിസ്റ്റർ സിസിലി വർഗീസ്. പ്രൈസ് ദി ലോർഡ്. ആയിപ്പത്തി സഹോദര സമാജത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഇവിടെ നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല. കഴിഞ്ഞ സൺഡേ നമ്മൾ ഒന്നിച്ച് ഈ ബ്രദറുമായിട്ട് ആരാധിച്ച് വീട്ടിൽ പോയതാണ്. എന്നാൽ ഇങ്ങനെ ഈ സൺഡേയിൽ ഇവിടെ വന്ന് കണ്ടോലൻസ് പറയാൻ നിൽക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഈ ദുഃഖവേദയിൽ എന്തോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രദറിനെ 1988 അവർ ഇവിടെ വന്ന് സമയം മുതൽ നമ്മുടെ ചർച്ചിലാണല്ലോ ആരാധിക്കുന്നത്. അന്ന് മുതൽ ബ്രദറിനെ എനിക്ക് ശരിക്കറിയാം. അതുപോലെ ഞങ്ങളുടെ ബ്രോങ്സിലെ പ്രേയറിന് അന്ന് മിക്കവാറും എല്ലാ വെനസ്ഡേയിലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ബ്രദർ ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ട് പോയത് എല്ലാവർക്കും ദുഃഖമുണ്ട്. പ്രിയ ലാൽക്കുട്ടിക്ക് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടു, ആ പൈതങ്ങൾക്ക് ഒരു പിതാവ് നഷ്ടപ്പെട്ടു, നാട്ടിലുള്ള ഒരു മാതാവിന് ഒരു മകൻ നഷ്ടപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വിധത്തിലും നഷ്ടമാണ്. കോവർക്കർ നഷ്ടപ്പെട്ടു, നമ്മുടെ ആത്മീയ സഹോദരൻ, നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ആത്മീയ സഹോദരൻ നഷ്ടപ്പെട്ടു, നമ്മുടെ പാസ്റ്റർക്ക് ഒരാട് നഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ വിധത്തിൽ ഓരോ ദുഃഖത്തിൽ എല്ലാവരും ദുഃഖത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഹിതം അതായിരുന്നു. നമുക്ക് ആ കർത്താവ് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ലല്ലോ. ഈ ബ്രദറിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ശാന്തനായ ഒരു ബ്രദറാണ്. ഞാൻ ഇത്രയും വർഷം കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. കോപിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു സമയം പോലും കോപിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ബ്രദറിനെ അറിയുന്നത്. വളരെ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി, വളരെ കഴിവുള്ള ഒരു സഹോദരനാണ്. ഞാൻ
ബ്രദർ ചർച്ചിൻ്റെ ട്രഷറായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വാതന്ത്ര്യസമാജത്തിൻ്റെ ട്രഷറായിട്ടിരിക്കുമ്പോഴാണ് ഈ ബ്രദറിൻ്റെ കഴിവ് എനിക്ക് മനസ്സിലായത്. ആ കണക്കൊക്കെ അപ്ഡേറ്റായിട്ട് എല്ലാം എഴുതി അവിടെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണല്ലോ. പ്രസംഗിക്കുവാനും പ്രാർത്ഥിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും അറിയാം ബ്രദറിൻ്റെ പ്രാർത്ഥന വാചകങ്ങൾ. വളരെ പ്രാർത്ഥിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി. നമ്മുടെ സഭയ്ക്ക് അത് വളരെ ഒരു നഷ്ടമായിട്ട് തന്നെയാണ് ഈ ബ്രദറിൻ്റെ വിരഹമായിരിക്കുന്നത്. എനിക്ക് ലാലിക്കുട്ടിയോട് പറയാനുള്ളൂ, ലാലിക്കുട്ടി ഒരിക്കലും ഇത് ഈസിയല്ല. 18 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? 2 ആൺപിള്ളേരാണല്ലോ. എന്നാൽ ഒന്ന് ഞാൻ പറയാം, ആ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. വിധവയ്ക്കാൻ കാന്തനായിട്ട് നമ്മുടെ പ്രാണപ്രിയനായിട്ട് കർത്താവ് നമ്മളോടുണ്ട്. മനുഷ്യരാരുമില്ലെങ്കിൽ ഈ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. And Ansi and Nisi, you lost your father, but he is the father for the fatherless. He will never forsake you. He will always be with you. He will guide you. Hold on to him. No matter what comes in your way, never let him go. He will guide you through. I know it's very hard for you, but in time, you will find out how great is our God. 90 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ തിരികെ വരുമെന്ന് അവൻ അരുളി ചെയ്യുന്നു. അങ്ങനെ കർത്താവ് ബ്രദറിനോട് പറഞ്ഞു ഇനി പോരുവാൻ. കർത്താവ് വിളിച്ച് ചേർക്കപ്പെട്ടു. മനുഷ്യവാക്കുകൾക്ക് ആ കുടുംബത്തിന് ആശ്വാസം കൊടുക്കാൻ കഴിയത്തില്ല. സർവ്വവല്ലഭനായ കർത്താവ് സമാധാനപ്രഭു സകല ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരി സമാജത്തിൻ്റെ പേരിലുള്ള കണ്ടോലൻസും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ടോലൻസും ഈ സമയം ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. 2 തെസ്സലോനിയൻസ് 3:16 പറയുന്ന പ്രകാരം സമാധാനത്തിൻ്റെ കർത്താവായവൻ അവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളുന്നു. ബ്രദറിനെ സംബന്ധിച്ചോളം ആ പാട്ടിൽ പാടുന്ന പോലെ ഇൻ ദ സ്വീറ്റ് ബൈ ആൻഡ് ബൈ വി ഷാൽ മീറ്റ് ഓൺ ദാറ്റ് ബ്യൂട്ടിഫുൾ ഷോർ. ഗുഡ് ബൈ ബ്രദർ, വി വിൽ ഷാൽ മീറ്റ് യു അഗൈൻ. ഗോഡ് ബ്ലെസ് us. Followed by representative ministers, Brother Varish John. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദുഃഖത്തിൻ്റെ ഒരു സമയത്താണ് നമുക്കുമായിരിക്കുന്നത്. പ്രിയ സഹോദരൻ്റെ വേർപാടിലെ ആ കുടുംബ ദുഃഖമായിരിക്കുന്നു, സഭ ദുഃഖമായിരിക്കുന്നു, പ്രിയപ്പെട്ടവർക്കും ദുഃഖമായിരിക്കുന്നു. ഈ ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ പ്രിയ സഹോദരനെ പറ്റി എന്ത് പറയണമെന്ന് എനിക്കെന്നെ അറിയില്ല. ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും ആദ്യം ഈ സഹോദരനെ പരിചയപ്പെട്ടത് ഞാനായിരുന്നു. കാരണം 1987 ഞാൻ നാട്ടിലെ വെക്കേഷന് കടന്നു പോകുന്ന സമയത്തായിരുന്നു ഇവരുടെ വിവാഹം. ഞാൻ നാട്ടിൽ കടന്നു ചെന്ന് അടുത്ത ദിവസം തന്നെ പ്രിയ ലാലിക്കുട്ടിയുടെ ഭവനത്തിൽ കടന്നുപോയി. അപ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടുപേരും ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അന്ന് മുതൽ ആരംഭിച്ച സ്നേഹബന്ധം ഇവിടെ അല്പസമയം മുമ്പേ സഹോദരി പറഞ്ഞ പോലെ ഒരു വ്യക്തികളോട് പോലും മുഖം കറുത്തൊരു സംസാരിക്കുകയായിട്ട്, ദേഷ്യപ്പെട്ട് സംസാരിക്കുകയായിട്ട് ഒന്നും ചെയ്യാതെ വളരെ സൗമ്യനായ ഒരു വ്യക്തി. നാളെ ഞങ്ങൾക്ക് ഒരു വലിയൊരു നഷ്ടമാണ് സഭയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. എങ്കിലും കർത്താവിൻ്റെ സമയത്തെല്ലാം നടന്നേ പറ്റുള്ളല്ലോ. വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത ലോകത്തിലേക്ക് താൻ കടന്നുപോയി. എന്നാൽ ഇവിടെ സഹോദരി പറഞ്ഞ പോലെയും ഞങ്ങൾ ഇനിയും പറയാൻ ചർച്ചിലെ മെമ്പേഴ്സ് ആരെങ്കിലും പറയുന്നത് പോലെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന കേട്ടാൽ നമ്മളെല്ലാം ധൈര്യപ്പെടും, പ്രത്യാശ കൊണ്ടെന്നറിയും. കഴിഞ്ഞ ആഴ്ചയും പ്രാർത്ഥിച്ചാണ്, സൺഡേ സ്കൂൾ കഴിഞ്ഞ് അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത്. പ്രത്യാശയുടെ വാക്കുകളാണ് എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത്. ഞങ്ങൾ വ്യക്തിപരമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. ഞാൻ ന്യൂയോർക്കിൽ താമസിക്കുന്ന സമയത്ത് ഭവനത്തിൽ കടന്നു വന്ന് വളരെ പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ചർച്ചിനോടുള്ള ബന്ധത്തിൽ ചർച്ചിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ, ചർച്ചിൻ്റെ ട്രഷററെന്നുള്ള നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിപ്പാൻ കർത്താവ് ഇടയാക്കി. അതുപോലെ തന്നെ വന്ന കാലം മുതൽ ഇത്രത്തോളം ചർച്ചിനോ ചേർന്ന് വിശ്വസ്തനായി നിൽക്കാനുള്ള കർത്താവ് കൃപ കൊടുത്തു. എന്നാൽ ആകസ്മികമായിട്ടൊരു മരണം സംഭവിച്ചു. എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന പറയുകയാണെങ്കിൽ ചർച്ചിൽ ആരെങ്കിലും ഭാരത്തിലോ ദുഃഖത്തിലോ വേദനയിലായിരിക്കുമ്പോൾ ആ വിഷയം എടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഞാൻ സൺഡേ സ്കൂളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതും പറഞ്ഞു,
അങ്ങനെ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു ചെറിയ തലവേദന പോലും ഉണ്ടായിരുന്നു പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രം ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ജനറലായിട്ട് പ്രാർത്ഥിക്കുന്ന ഒഴികെ. എന്നാൽ പലരും രോഗത്തിലായി ദുഃഖത്തിലായിരിക്കുമ്പോൾ ഞങ്ങളിതൊന്നും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പെട്ടെന്ന് വളരെ പെട്ടെന്നാണല്ലോ തൻ്റെ വേർപാട് സംഭവിച്ചത്. നാട്ടിലെ ദുഃഖത്തിലായിരിക്കുന്ന മാതാവുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇവിടെ പ്രിയപത്നിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവിടെ ദൂരെ നിന്ന് കടന്നു വന്ന ജോസ് കുഞ്ഞുമോന്, കുഞ്ഞമ്മ, അങ്ങനെ എനിക്കറിയാവുന്ന വ്യക്തിപരമായിട്ട് അറിയുന്ന സഹോദരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കർത്താവ് അവരെല്ലാം ആശ്വസിപ്പിക്കട്ടെ. സഭയുടെ നാമത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എനിക്കറിയാം കൂടുതൽ സമയം എടുക്കാൻ സാധ്യമല്ലെന്ന്. അത് സഭയുടെ നാമത്തിൽ തന്നെയല്ല, എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലുള്ള ദുഃഖം അറിയിച്ചു കൊള്ളുന്നു. അതുകൂടാതെ ഇന്ന് രാവിലെ കാലം ഞങ്ങളോട് ആരാധിച്ചിരുന്ന മറ്റ് സ്റ്റേറ്റിലേക്ക് കടന്നു പോയ എൻ്റെ ബ്രദർ ലോസുണ്ട്, പലർക്കും അറിയാം, ബേക്കുടിച്ചാന്ന് പറയും, ചാക്കോപ്പി ജോണ്. രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ദുഃഖം അവിടെ അറിയിക്കണമെന്ന് പറഞ്ഞു, കുടുംബത്തോട് അറിയിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ദുഃഖവും അവരുടെ വേണ്ടി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാമമാർത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കി അവരെ ഫേസ് ചെയ്ത് നിൽക്കുവാനായിട്ടുള്ള ധൈര്യം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. വിശേഷാൽ ഇവിടെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ പ്രിയ സാമിനെ ഓർക്കുമ്പോൾ ചർച്ചിനോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, മീറ്റിങ്ങുകളോടുള്ള ബന്ധത്തിൽ ഒരു വിധത്തിലല്ല ഒരു വിധത്തിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു വാക്ക് പറഞ്ഞ് അവരുടെ ഹൃദയത്തെ മുറിവപ്പെടുത്തുന്ന യാതൊരു വാക്കും തൻ്റെ നാവിൽ നിന്ന് കഴിഞ്ഞ 25 കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്, കേട്ടിട്ടില്ല. വളരെ ശാന്തനായ ഒരു വ്യക്തി. എല്ലാവരും പറയാനുള്ള വാക്ക് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വളരെ ശാന്തനായി യാതൊരു വിധത്തിലും പോകുമ്പോൾ എല്ലാവർക്കും കൈതന്ന് പ്രായം കുറഞ്ഞവരെയും പ്രായമുള്ളവരെയും അതാത് രീതിയിൽ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന പ്രിയ സഹോദരൻ ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങൾക്കെല്ലാം ദുഃഖമുണ്ട്. എന്നാൽ വലിയൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെക്കാട്ടിൽ മുമ്പ് താൻ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം തീർത്ത് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നല്ലോ. താൻ ദാസനെ സൂക്ഷിക്കുമ്പോഴൊക്കെ പറയും മുമ്പേ പോയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ വിചാരിക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ദൈവസഭകളിൽ നിന്ന് മുമ്പേ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു വലിയ ദുഃഖമാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിനും സമാധാനം പറയുന്നൊരു വ്യക്തി, എല്ലാത്തിനും ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ സഭയ്ക്ക് തീരാ ദുഃഖമാണ്. ആ പ്രിയ സഹോദരൻ ഇപ്പോൾ കർത്താവിന് സന്നിധിയിൽ വിശ്രമിക്കുന്നു. സകല ആശ്വാസത്തിൻ്റെയും ഉടയവനായ കർത്താവ് പ്രിയ ലാൽകുട്ടിയും കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അതിനോട് ബന്ധപ്പെട്ട് അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും ആശ്വസിപ്പിക്കട്ടെ. അപ്പോൾ തന്നെ സഭയിലുള്ള ഞങ്ങൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള മുറിവുണ്ട്. ഇത് ആരാധനയ്ക്ക് എങ്ങനെയാണ് ഞങ്ങൾ ആരാധിച്ചതെന്നുള്ളത് വളരെ വേദനകരമായ ഒരു അവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരനില്ലാതെ ഞങ്ങൾ ആരാധിച്ചപ്പോൾ പ്രത്യേകിച്ച് പ്രിയ രാജ്യം പറഞ്ഞതുപോലെ പ്രിയ സാമുവിനെ എടുത്ത് പ്രാർത്ഥിക്കത്തൊക്കെയുള്ള യാതൊരു പ്രയാസവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തലവേദനയോ പോലുള്ള അവസ്ഥകളൊന്നും തൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞങ്ങളെയൊക്കെ ഓർത്ത്, ക്ഷീണമുള്ളവരെയൊക്കെ ഓർത്ത് അനേകർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവൻ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ആർക്കും വരുത്താതെ തൻ്റെ കുടുംബത്തിനും ദൈവസഭയ്ക്കും വളരെ മാതൃകമായി ദൈവജനത്തിനും വളരെ യോഗ്യമായ രീതിയിൽ ഈ പട്ടണത്തിൽ ജീവിച്ചു എന്നുള്ളതിന് ഞങ്ങൾ ദൈവസഭ സാക്ഷിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ മാന്യ സഹോദരൻ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. തൻ്റെ പാത പിൻപറ്റി ഇവിടെ ഇരിക്കുന്നവർ, അങ്ങനെയുള്ളവരുള്ള നല്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന എത്ര നാൾ നമുക്ക് ആയുസുണ്ടെന്ന് നമുക്കറിയത്തില്ല. തന്നെ പോലെ നമ്മൾക്കൊക്കെ ഒരു നല്ല സാക്ഷ്യം പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് പേർ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പോകുമ്പോൾ ഇന്നടുത്ത് ഇന്നാര് നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു എന്നുള്ളത് ഈ പ്രിയപ്പെട്ടവരുടെ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. അതിനുമായിട്ട് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ സഭയ്ക്ക് ഒരു തീരാ ദുഃഖമാണ്. വിശേഷാൽ ഞങ്ങളുടെ സഭയെ ഓർത്ത് നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കണം. പ്രിയ ലാൽകുട്ടിയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് സകല ആശ്വാസത്തിൻ്റെയും ഉടയവനായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ദുഃഖം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ ദൗത്യത്തിൽ ഞാൻ വിശ്രമിക്കുന്നു. ചർച്ചിലെ മെമ്പേഴ്സായിട്ട് ആർക്കെങ്കിലും മുന്നോട്ട് കടന്നു വന്ന് ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചില നിമിഷങ്ങളുണ്ട്. ദയവായി ആർക്കെങ്കിലും ചർച്ചിലെ മെമ്പേഴ്സായിട്ട് ആർക്കും മുന്നോട്ട് കടന്നു വന്ന് ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാം.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന കർത്തദാസന്മാർ, വിശ്വാസികൾ, അതുപോലെ ബെറീവിൻ ഫാമിലി, ലാലിക്കുട്ടി ചിൽഡ്രൻ, എല്ലാവർക്കും കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മളുടെ മുമ്പിലുണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സമയത്ത് വാക്കുകളാൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹം, ഒരു മാറാത്ത സ്നേഹം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. 1980കളുടെ ആരംഭ സമയത്താണ് തിരുവല്ലയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒരു അഡ്വക്കേറ്റായിട്ട് സാമു അച്ഛൻ്റെ ബ്രദർ ഞങ്ങളുടെ നാട്ടിൽ എറണാകുളത്ത് വക്കീലായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നത്. ആ സമയത്ത് താമസിച്ചിരുന്നത് ഞങ്ങളുടെ ഭവനത്തിനോടടുത്തായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും പോവുകയും പപ്പായും അമ്മച്ചിമാരായിട്ടൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുകയും വളരെ ക്ലോസ് ആയിട്ട് അവരിടപെട്ട ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ എനിക്ക് സാമുച്ചാനെ ആ രീതിയിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ 1990 എൻ്റെ പേരൻസ് ഇവിടെ വന്നപ്പോൾ യാദൃച്ഛ്യമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് വർഗീസ് സാറിൻ്റെ ബ്രദറാണെന്ന് മനസ്സിലായത്. പിന്നെ അങ്ങനെ ഒരു ക്ലോസ്നെസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ നാട്ടിൽ വിളിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ 2 കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ഒന്ന്, ഈയിടെ നാട്ടിൽ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ട് കടന്നുപോയി, അതാണ് ഞങ്ങൾക്ക് ഒട്ടും മറക്കാൻ വയ്യാത്തൊരു സംഭവം. രണ്ടാമത്തെ കാര്യം, അമ്മച്ചിക്ക് 89 വയസ്സുണ്ട്, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ആശ്വാസമൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തോന്നും സഹായിച്ചു. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശാവാക്കുകൾ പറയുന്നു. ഇറ്റ് വുഡ് ഹാവ് ബിൻ യു ഓർ മീ that God plucked the best flower from his own garden. ഒരു കർത്താവ് ഒരു ഗാർഡൻ നട്ടുപിടിപ്പിക്കുന്നു, അതിനകത്ത് പല പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. എന്നാൽ ഏറ്റവും നല്ലൊരു ഫ്ലവറിനെ പിക്ക് ചെയ്യുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സമയത്ത് പ്ലക്ക് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിച്ചു, പ്ലക്ക് ചെയ്തു. മേ ബി ടുമോറോ ഇറ്റ്സ് മൈ ടേൺ ഓർ യുവർ ടേൺ. ബട്ട് നമ്മൾ പറയുമ്പോൾ ഇൻ ദ ഗോസ്പൽ ഓഫ് ജോൺ 5:24 it says that who that believeth in him have everlasting life and shall not come into condemnation, but is passed from death to life. The Bible conveys a message that death is not the end of life, but it is beginning of another life. So if that is the case, this is the spirit can never die, it continues to live. This is the only hope that brings comfort in you and all families. I pray that the love of God enfolds you during your difficult time. Our thoughts and prayers are with you, and if you need any help, we are there with you, and God bless you with these words. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം അധ്യായം 21, 24, 23. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്നു. 23 വാക്യം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്യമല്ല. പ്രിയ സഹോദരൻ്റെ വേർപാട് മുഖാന്തരം നമ്മൾ ഓരോരുത്തരും അതിദുഃഖത്തിലായിരിക്കുന്നു. എന്തു പറയണമെന്ന് യാതൊരു വാക്ക് കിട്ടുന്നില്ല. എന്നാൽ മരണം എന്ന് പറയുന്നത് ദുഃഖം തരുന്നതാണ്. എന്നാൽ ഒരു ഭക്തൻ്റെ മരണം, ആ മരണം കൊണ്ട് തീരുന്നില്ല. മരണത്തിനപ്പുറമായ ഒരു ജീവിതം നമുക്കുണ്ടെന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരണം ഒരു ഘോര ശത്രുവാണ്, ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ്. മനുഷ്യവർഗത്തിൻ്റെ ഒടുക്കത്തെ ശത്രു അവൻ തന്നെ. എന്നാൽ അവൻ ജയാളിയല്ല. മരണത്തെ തകർത്തുയർത്തെഴുന്നേൽച്ച് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് ജയാളി. അതുകൊണ്ട് വേദപുസ്തക പ്രകാരം മരണം ഭക്തനെ സംബന്ധിച്ചോളം കുടിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫറാണ്. വിശ്രമ നാട്ടിൽ ചെല്ലുവാൻ അവന് നൽകുന്ന ഒരു പാസ്പോർട്ടാണ്. മരണം ഭക്തന് ലാഭമാണ്, അത് അത്യുത്യമാണ്, അതൊരു വിശ്രാമമാണ്. പ്രിയ സഹോദരൻ, നമ്മളെ വിട്ട് വേർപിരിഞ്ഞ് കർത്താവിനോടുകൂടി ആയിരിക്കുന്നത് നമുക്കൊരു നഷ്ടമാണെങ്കിൽ തനിക്കൊരു ലാഭമാണ്. നമുക്ക് ദുഃഖമാണ്, പക്ഷെ തനിക്ക് അത്യുത്യമാണ്. നമുക്ക് ദുഃഖം തരുന്നൊരു സംഗതിയാണ്
എന്നാൽ എനിക്കൊരു വിശ്രാമമാണ് ക്രിസ്തുവിനോട് വിട്ടുപിരിഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ ഈ കാഴ്ചയുണ്ട്. അത് നമുക്ക് തനിക്ക് ലാഭമായിരിക്കുമ്പോൾ നമുക്ക് ഒരു നഷ്ടമാണ്, നമ്മുടെ സഭയ്ക്ക് നഷ്ടമാണ്, വ്യക്തി ജീവിതങ്ങൾക്ക് നഷ്ടമാണ്. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുന്ന എത്ര അത്യുത്തമാണ്. ആ ഉയർപ്പിൻ ദിവസത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ, ദൂതർ വീണകൾ വീട്ടുന്ന സംഘത്തിൽ എൻ്റെ പേർ വിളിക്കുമ്പോൾ പ്രിയ സഹോദരനെ കാണാമെന്നുള്ള പ്രത്യാശ. ദുഃഖത്തിലായിരിക്കുന്ന ലാലിക്കുട്ടി ആൻറ്റി, മക്കൾ, സഹോദരന്മാർ എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. When the roll is called upon, when my name is called, his name is also called, and I'm going to see him. വാക്ക് പറയുന്നു, ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. Anybody else from the church to reflect on him? ഇപ്പോൾ മലയാളത്തിലെ സഹോദരന്മാർ ഒരു പാട്ട് പാടും. അപ്പോൾ ബോഡി കാണ്ടിയവർക്ക് ഇതിലിങ്ങനെ വന്ന് കണ്ടിട്ട് പോകാം. നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ, കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ, കണ്ണിമേക്കും ഒടി നേരത്തിൽ എത്തും ഞാൻ ബെയൂല തീരത്തിൽ, കണ്ണിമേക്കും നോടി നേരത്തിൽ എത്തും ഞാൻ ബെയൂല തീരത്തിൽ, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, മേഘം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാറായി, മേഘം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാറായി, ആശവാശമാകും കുറ്റികൾ മുറ്റുമാ അറുത്തു നീക്കണം, ആശവാശമാകും കുറ്റികൾ മുറ്റുമാ അറുത്തു നീക്കണം, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, മൺമറഞ്ഞ സുത്തരും ജീവനോടിരിക്കും സുത്തരും, മൺമറഞ്ഞ സുത്തരോ ജീവനോടിരിക്കും സുത്തരും, വിണ്ണിൽ കാളം ധ്വനിക്കുമ്പോ മണ്ണിൽ നിന്നു വാനിൽ പോകുമേ, വിണ്ണിൽ കാളം ധ്വനിക്കുമ്പോ മണ്ണിൽ നിന്നു വാനിൽ പോകുമേ, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശ
ചെയ്യും പ്രദീപമേ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ ആപ്പൻ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ആപ്പൻ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്നെ മൂക്കം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്നെ മുഖം കണ്ടിടും യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. Praise the Lord. ഇവിടെ പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയും തന്നെയുമല്ല തുടർന്ന് നമ്മൾ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. എന്നാൽ സ്വർഗസ്വനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും ആശീർവാദകരമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ തന്നെ നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. I am requesting Pastor Koshi George to come forward and pray and conclude this session. Please come. Praise the Lord. It is so hard to believe and take in practical life that Samu departed us so quickly. He is not that old. He hasn't finished what he started up. But the Heavenly Father knows about the family and their family life. Lalukutti is my cousin's cousin. Her father and my uncle, they are brother-in-laws. So when I used to go to Pullad, most of the time in the vacation time, we all used to hang around. I'm only mentioning Lalukutti, Kunjamon, all of them. But even later on, we all came to this nation and started up our life here. And time passing by, we are getting old. Our children making us really old. But these are the plans of God. But one thing I know about Samu, many of them mentioned here, he's a kind person. He's a man of few words, but he was very intellectual and very smart. But he never shows that in his practical life. Among Pentecostal people, some of them says like this: a believer, when they are about to depart from this world, they go to sickness, and God will give them some time to repent for all the consequences. All the trouble they made, all the problems. So they repent on their bed. Lord, forgive me, forgive me, forgive me, and then take me. But God didn't give that chance to Samu. I think the character which we mentioned here, which applies to his life, there was no need for him to repent. Lord, whatever I committed, forgive me. Or shortcoming happened to my life, forgive me. So he was walking with the Lord. In the Old Testament, we can see a man who walked with the Lord. Then he disappeared. No one has seen him. So that's the same thing which I want to remind the believers that
those who are redeemed by the blood of the Lamb, they need to walk with the Lord in their daily life. Not every Sunday morning, every single day of our life, we need to walk with the Lord, talk with the Lord, spend time in His presence. When we are not getting time for that, that is the time the struggles and problems arising in our own Christian life. So being a child of God, try to spend a little bit time in the presence of God, at least half an hour a day. Then we will see ourselves in the presence of God. We will see that mirror before us. Am I righteous before God? Did my God call and separated me for a righteous walk with Him? In the Christian life, when we surrender our life in the Christian faith, there starts the tribulation. Then the tribulation will bring or produce perseverance. Then this perseverance, I'm talking from Romans chapter 5 verse 4. So this perseverance will bring hope in our life. If we don't have a hope, why we went through the tribulation, why the perseverance we have taken in our life, why God bringing that hope? So in order to build that hope, we need to have that tribulation take place in our life. Then only we get that perseverance in our life. That perseverance will take us in a higher realm, which is that hope. So Samu has died in Christ because he had that hope in the Lord. Now we don't need to worry about him because he is in a better place. Of course, man's words cannot comfort Lalikuti and children. They are the three of them going to suffer about this. The rest of them, sorry, we can say. But they are going to face the real difficulty in their life. So we have a responsibility as a believer, co-brother, as a church. Remember these people and pray for them. That is the reason God has united us in the love of faith. Pray for others. Today morning I was teaching the Sunday school. God has given the best command, the first commandment. Love each other. If I love myself, I need to love my wife the same way. I need to love my children the same way. That's the same way I need to look at other people. Well, if we get that kind of life, what a better world we are living in. But Jesus Christ telling us, commanding us that, love your brother. Love your enemy. That is the time, the perseverance and the hope rising within us. We can be with the Lord when He calls. When the Lord comes. When the trumpet of the Lord, it rings in the mid-air. The children of God, they will hear His voice. Then they will be transformed. Then those who are living in physical condition, they will be transformed. Then we rejoice in the presence, in the mid-air. Let us prepare our life. Let us hope that destiny. May the Lord bless you with these words. കരുണയുള്ള പിതാവേ, ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം ഞങ്ങളെ കടന്നു പിടിക്കും കർത്താവേ. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ ഉള്ളതായ ഒരു പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് നൽകിത്തിരിക്കുന്നതിനാൽ നന്ദിയുടെ സ്തോത്രം. ഞങ്ങൾ ആ പ്രത്യാശകൾ വളർന്നു വരുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ച് ക്രിസ്തുവിൽ അവസാനിപ്പിക്കുവാൻ ഇടയാകേണ്ടതിന് വീണ്ടും ഇന്ന് സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരൻ സാമു ഈ ലോകത്തിൽ കർത്താവെ 59 വർഷക്കാലം ജീവിച്ചു. എന്നാൽ നിൻ്റെ സമയത്ത് നിൻ്റെ ദാസനെ നിൻ്റെ സന്നിധിയിലേക്ക് നീ അവിടുന്ന് ചേർത്തുകൊള്ളുവാൻ ഇടയാക്കിയതിനാൽ മനസ്സിലിഞ്ഞെന്നാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവേ, വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്നതായ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് ഈ കുടുംബത്തെ സമാധാനിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗീയ ദൈവത്തിൻ്റെ സമാധാനം
ധാരാളമായി കുടുംബത്തിന് പകരേണ്ടതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. സഹോദരി സഹോദരന്മാരാകുന്ന ഞങ്ങൾ, കർത്താവേ, നിൻ്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഈ കോഫിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കർത്താവെ ചില വാക്കുകൾ പറയുന്നത് ഞങ്ങൾ സാമൂഹിക വേണ്ടി അല്ലല്ലോ കർത്താവെ. എന്നാൽ കൂടിയിരിക്കുന്ന ഞങ്ങളൊക്കെയും ഞങ്ങൾ തന്നെ ഒന്നും കൂടെ പുനർശോധന ചെയ്യുവാൻ തക്കവണ്ണം നീ നൽകിയിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ ഇടയാക്കി തീർത്താട്ട്. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ബലഹീനതകൾ ഒന്ന് കണ്ട് ഉണരുവാൻ ഇടയാക്കിയാട്ട്. കർത്താവ്, വീണ്ടും ഇവിടെ നടക്കുന്നതായ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവകൃപയിൽ ചെയ്യുവാൻ തക്കോണം നിന്റെ സാന്നിധ്യം ഇടങ്ങി വന്നിരിക്കുന്നതിനായ സ്തോത്രം. ഇവിടെ ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ ശേഷിപ്പുള്ളതായ ശരീരം ഇന്ത്യയിലേക്ക് ബുധനാഴ്ച ഉണർന്നു കൊണ്ടുപോകുമ്പോൾ നിന്റെ സാന്നിധ്യം കർത്താവെ യാത്രയിൽ ഉണ്ടായിരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നാട്ടിലുള്ള മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുവാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായി, ചന്തമായി, ഉചിതമായി ദൈവനാമം അവിടെ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് എല്ലാ ശുശ്രൂഷകളിലും നിന്റെ നാമം ഉണ്ടായിരിക്കേണ്ടതിനായി, നിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തേണ്ടതായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഈ പ്രാരംഭം മുതൽ കർത്താവ് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകുന്നതുവരെയും നിന്റെ കൃപയിൽ ഞങ്ങളെ ഇരുത്തി നിന്റെ സമാധാനം കൊണ്ട് നിറച്ച് നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കിയാട്ടെ, ആശ്വാസം കൊണ്ട് നിറപ്പിക്കാട്ടെ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കണമേ വന്യപിതാവേ. ആമേൻ. We will sing another song again, and if anyone want to view the body or the comfort the family members, do so. Then we will start general public session in a few minutes. And കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും വന്ന ഫാമിലി മെമ്പേഴ്സിന് ആശ്വാസം പറയുവാനോ അല്ലെങ്കിൽ ബോഡി വ്യൂ ചെയ്യാനോ താല്പര്യമെങ്കിൽ ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. There's a land that is fairer than day, and by faith we can see it afar, for the Father awaits o'er the way to prepare us a dwelling place there. In the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on that beautiful shore. We shall sing on that beautiful shore the melodious songs of the blessed, and our spirit shall sorrow no more. Not a sigh for the blessing of rest. In the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on that beautiful shore. To our faithful Father above we will offer our glorious gift of His love and the blessings that follow our day. In the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on
on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. We will offer a tribute of praise for the glorious gift of His love and the blessings that hallow our day. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. When the trumpet of the Lord shall sound, and time shall be no more, and the morning breaks eternal, bright and fair, when the saved of earth shall gather over on the other shore, and the roll is called up yonder, I'll be there. It's called up yonder, when the roll is called up yonder, when the roll is called up yonder, I'll be there. Then when all of life is over and our work on earth is done, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. ോടനുബന്ധിച്ച് ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെയും സഭയെയും പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആശ്വാസം തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയത്തുള്ളൂ. കർത്താവിൻ്റെ വചനം നമ്മുടെ കാര്യങ്ങൾ തന്നിട്ടുള്ളത് വായിക്കുകയും കർത്താവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മ നമ്മെ എപ്പോഴും ആശ്വസിപ്പിക്കുന്നു. ആ ആശ്വാസത്തിൻ്റെ കരം ഇന്ന് സന്ധ്യാസമയം ഇവിടെ വ്യാപരിക്കേണ്ടതിന് വേണ്ടി ചില മിനിറ്റുകൾ ഇവിടെ ആയിരുന്നപ്പോൾ നാം പലരിലൂടെ ചില വാക്കുകൾ കേട്ടു. അത് മുഖാന്തരം നമ്മൾ ആശ്വാസം പ്രാപിച്ച തുടർന്നും കർത്തദാസന്മാരുടെ വചനവും മറ്റ് ശുശ്രൂഷ നടക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂട്ടിരിക്കട്ടെ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തിനെ സ്തുതിക്കുന്നു. സർവാശ്വാസകൂടമായ കർത്താവെ, നിന്റെ സിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ഇന്ന് സന്ധ്യാസമയം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ നീ മാനിക്കണമേ. ചില മിനിറ്റുകൾ സഭാംഗങ്ങൾ ചിലർ മുന്നോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ഉച്ചരിച്ചത് ഞങ്ങൾക്ക് ആശ്വാസമായി തീർന്നിരിക്കുന്നു. ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങൾ സഹകരിച്ചത് പ്രിയ നിൻ്റെ ദാസൻ്റെ വേർപാട് മുഖാന്തരം ഞങ്ങളെല്ലാവരും ദുഃഖത്തിലായിരിക്കുന്നു. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രതികാൽ തൻ്റെ സഹധർമ്മിണി, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവരെയും നീ ആശ്വസിപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ ആശ്വാസകരം നീ തലോടി എല്ലാവരും നീ ആശ്വസിപ്പിക്കുകയും നിൻ്റെ കൃപ പകരണമേ. കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇവിടെ മനസ്സിലൂടെ അനുഗ്രഹിക്കണമേ. നിനക്കിതമെങ്കിൽ അടുത്ത ബുധനാഴ്ച ഇവിടെ നിന്നും ശരീരം നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും ശിശുവിടെ നടക്കേണ്ടതുണ്ട്. എല്ലാം അനുഗ്രഹമായി തീരുവാൻ നിൻ്റെ കൃപ പകരണമേ. ഞങ്ങളതിനെ സമർപ്പിക്കുന്നു. ശുശ്രൂഷയെ മാനിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ
I request Pradesh to sing a song in Malayalam, and we will continue the ministry here. Praise God. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്തം ഇന്നാലേക്കാൾ അടുപ്പം. എൻ്റെ യാത്രയുടെ അന്തം ഇന്നാലേക്കാൾ അടുപ്പം. എനിക്കുണ്ട് സ്വർഗത്തിൽ നിത്യമായോ വാസസ്ഥാനം. എനിക്കുണ്ട് സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദേശായി. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദേശായി. എന്നെ ഏൽപ്പാനായി പുതുശക്തി വരുന്നു. സമയമാം വേദത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടുടുന്നു. മഹത്വം. ഈ പ്രത്യേക സമയത്ത് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ പ്രിയ സഹോദരൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരുവാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി നാം ഇവിടെ ഇരിക്കുകയാണ്. പലരും മുന്നോട്ട് കടന്നു വന്ന് സഭയിൽ നിന്നും തന്നെ പറ്റിയുള്ള പ്രത്യേക അനുഭവങ്ങൾ പറഞ്ഞത് നമുക്ക് പ്രത്യേക ഭവനത്തിന് ആശ്വാസമായി തീർന്നിരിക്കും. തുടർന്ന് നമ്മൾ വീണ്ടും ചില മിനിറ്റുകൾ ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് ആശ്വാസത്തിന് കാരണമായി തീർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സാമൂഹ്യൻ ഈ രാജ്യത്ത് 1988 വന്ന സമയം മുതൽ നമുക്കെല്ലാവർക്കും സുപരിതനാണ്. കർത്താവിനെ വളരെയധികം ഭംഗിയായി സേവിക്കുകയും സഭയിലും ജോലിയിലും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം വളരെയധികം വ്യാപൃത കാണിക്കുകയും കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണെന്നുള്ളത് ഇവിടെ പലരും നമ്മൾ കേട്ടു. നമുക്കത് സാക്ഷ്യം പറയുവാനുണ്ട്. നമുക്കിനിയും അല്പം കേൾക്കാൻ പോകുകയാണല്ലോ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അനേക പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ തരണം ചെയ്യേണ്ട മരണമെന്നുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ എവിടെയോ അടക്കത്തിന് സമയത്ത് ഇതുപോലെ ഞാൻ നിന്നപ്പോൾ പറയുണ്ടായി, when we see the world leaders passed away, the mayor, governor or president or prime minister or somebody in political world, when they passed away, when the people say condolence about that persons, they always remember what they have done in this world, and they won't say anything about what is or where he went or what he's doing afterwards. But to us as a child of God who believe in the word and who have hope and faith in the Lord is different. In which way means we know the time we accepted Jesus Christ our personal Savior till the journey that ended in this world, that is not the end. That we reflect temporarily as much as our dear Samu brother or anyone who departed from here. But we have a hope and faith. This is not the end. Why? Because the word of God says, our Lord has said that this is just a beginning. Worldly leaders, political leaders, or whatever it may be, they can only talk about what they have done in this world here. But the word of God says that is not the end of a believer. This is a beginning, and he is in a better place. Or those who departed from us is a better place, and they are seeing our Lord's face directly. We know the word of God says that. A high official, a position in this world who is holding highly cannot say the testimony. We all know that. But one step ahead, we can say more than what he had done here. He is with the Lord and Savior Jesus Christ, where he accepted at the younger age
When you read the obituary, we know that. He accepted at a younger age as the Lord and Savior. So he is a saved person. I'm not going to preach here. He is a saved person, or a person who is saved means not only confessing with the mouth and believing in the heart the Lord is our Savior, but when a person departed from here, he went to the presence of the Lord who he accepted as a Savior. കർത്താവിനെ രക്ഷകനായി ചെറുപ്പത്തിൽ സാമു ബ്രദർ സ്വീകരിച്ചു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുക മാത്രമല്ല, ആ രക്ഷയുടെ പൂർത്തീകരണമാകുന്ന ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അവിടെ എത്തി എന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്നോട് ചോദിക്കാനുള്ളത്, ഞാനും നിങ്ങൾ ഒരുപോലെ, most of you at least, accepted Jesus as a personal Savior. And we know one of these days, our days will be numbered too, just like His. This is unexpected. We don't know. But we can boldly say through the Word of God, even though it's mystery in our sight that He has taken unexpectedly from us, one thing we know, He went to a better place. He is in a place, no heart attack, no cancer, no sugar, no BP, no nothing. How many of you can say that? I'm asking everybody a question this evening. Examine yourself. As you depart from here, make sure if you go out, if the Lord calls you, will you be at the presence of the Lord? We are not guaranteed. Like I said before, I'll repeat it again. Every Sunday or most of Sundays, I say that in the service. Even if you don't come next Sunday for the worship service here, it doesn't matter. But if the Lord calls you during the weekdays, don't worry about coming to Sunday. Make sure you're in the presence of the Lord. Do you have a hope like that? I'm not asking which church you go to, which ministry you do. That's not the issue now. The issue is, if the Lord is your personal Savior, if you accept Him as a personal Savior, if He is your Savior, and if you obey the commandments of the Lord, nothing to worry. Death cannot do anything, because the Lord has conquered death at the Calvary cross. He put an end to death and gave us life. കാൽവറിയിൽ നമുക്ക് വേണ്ടി മരണത്തെ ജയിച്ച ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ സാമൂഹങ്ങൾ പോകുന്നതിനായി പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ദാസൻ ഇവിടുന്ന് പോയി അപ്രതീക്ഷിതമായുള്ള സമയത്ത് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടതുകൊണ്ട് നമുക്ക് തീരാ ദുഃഖമുണ്ട്. അതുകൊണ്ട് നമ്മൾ കരയുന്നതും ഹൃദയത്തിൽ ഭാരം വരുന്നതും ഇനിയും താൽക്കാലികമായി കാണാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ള പ്രയാസം കൊണ്ടാണ് നമ്മൾ അല്ല പ്രത്യാശയില്ലാഞ്ഞല്ല. അവിടെ പൗലോസ് പറയുന്നത് പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കല്ലെന്ന് പറയുന്നത്. അതുൾപ്പെടെ നമുക്ക് ചിലപ്പോൾ അടുത്ത മിനിറ്റ് ഇവിടുന്ന് പോയതിരിക്കുമ്പോൾ we don't know, but we have to make sure, Lord, if you call me today, this minute, this hour, or next hour, whatever it may be, that person is blessed. മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടം നീങ്ങി സ്വസ്ഥരായവർ എന്നാണ് നമ്മുടെ പിതാക്കന്മാർ പാട്ടെഴുതിയിരിക്കുന്നത്. എന്ത് ഭാഗ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നു, പ്രിയ സാമു 59 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു, ചെറുപ്പത്തിൽ കർത്താവിനെ സ്വീകരിച്ചു, വളരെ ഭാഗ്യമുള്ളതാണ്. ഞാൻ മറുവശം ഒന്ന് ചിന്തിച്ചു, നിങ്ങളെ ധൈര്യത്തിനോട് പറയാം, മറുവശം ഞാനത് ചിന്തിച്ചു. ഈ അടുത്തൊരു 10, 15, കർത്താവിൻ്റെ വരവ് താമസിച്ച ഒരു 15 വർഷവും 20 വർഷവും ജീവിച്ചിരിക്കുന്നത് കേട്ടെ. പ്രായത്തിൻ്റെതായ രോഗമോ ദുഃഖം എന്തെങ്കിലും വന്നാൽ ആ ശരീരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനെക്കാട്ടി നല്ലത് കഷ്ടപ്പെടാതെ പോകുന്നതല്ല. എൻ്റെ മാതാവ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇരുന്ന ഇരിപ്പിൽ പെട്ടെന്ന് ചില തലവർക്കം വന്നു, ഹോസ്പിറ്റലോട്ട് പോകുമെന്ന് പറഞ്ഞു, പോയി. ഒരു കഷ്ടതയുമില്ല, ഒരു പ്രയാസവുമില്ല, ദുഃഖവുമില്ല, കർത്താവിൻ്റെ സ്ഥലയിൽ പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മളെയൊക്കെ കർത്താവ് വിളിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എൻ്റെ ഉദ്ദേശം, നമുക്കെല്ലാം ഒരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. അത് ഇന്നാണോ, ടുഡേ, ടുമാറോ, ദിസ് മിനിറ്റ്, നെക്സ്റ്റ് മിനിറ്റ്, വി ഡോണ്ട് നോ. ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, whatever the time the Lord had destined for you and me, be ready. That is the Lord's time. I don't know, you don't know, but there is a time coming. If there is a birth, there is an expiration. Everything in this world have an expiration, we know that. My life, there is an expiration. I'm getting one more day closer, destined by the Lord. എല്ലാ കാര്യത്തിലും ലോകത്തിലൊരു എക്സ്പിറേഷൻ, അവസാന തീയതി വെച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ഏത് കാര്യം എടുത്താലും അതിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. ഞാനും അടുത്തുകൊണ്ടിരിക്കുക, നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ 70 വർഷമോ 50 വർഷമോ 30 വർഷമോ 2 വർഷമോ നമുക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രായവ്യത്യാസമില്ലാതെ ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണമെന്ന് പറയുന്നത്. നമ്മളാരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല, ആണോ? Does anybody have to invite death to our life? No, it's an uninvited guest. But through the Lord,
through the faith in Christ, through the word of God, we have a hope that we will see this brother along with our departed ones. We will see them. We will see our Lord. We will see Jesus Christ and everyone who departed us. And we will have a great hope in our life. Hallelujah. God bless you all. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് സങ്കീർത്തനം വായിക്കുവാനായി കർത്താവ് പാസ്റ്റർ മോനി മാത്യുവിനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 90-ാം സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ പ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഹല്ലേലൂയ, സ്തോത്രം. നാം ഈ വായിച്ചു കേട്ട സങ്കീർത്തനം മോശയുടെ ഒരു പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശ തൻ്റെ സഹോദരൻ്റെ വേർപാടിലെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മെ അലട്ടുമ്പോഴും നമ്മുടെ സങ്കേതമായി ഒരു നല്ല നാഥൻ നമ്മോട് കൂടെ ഉണ്ട്. വേർപാടെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സഹിപ്പാൻ കഴിയാത്ത വേദനയും പ്രയാസവും ഉണ്ടാക്കും. അത് പെട്ടെന്ന് മരിച്ചാലും അസുഖമായി കിടന്ന് മരിച്ചാലും എപ്പം മരിച്ചാലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വേർപെടുമ്പോൾ നമ്മൾക്ക് താങ്ങുവാൻ കഴിയാത്ത വേദനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സർവശക്തനായ ദൈവം, സകല ആശ്വാസങ്ങളുടെ ഉറവിടവനായ ദൈവം നമ്മുടെ ഉള്ളിൽ ആശ്വാസം പകർന്നു തന്ന് നമ്മെ ധൈര്യപ്പെടുത്തി തൻ്റെ കൃപയാൽ നിറച്ച് നമ്മെ നടത്തുവാൻ ഇന്നും ശക്തനാകിയാൽ ആ നല്ല ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് നമുക്ക് സമാധാനം കണ്ടെത്തുവാനേ കഴിയുള്ളൂ. ഇവിടെ ഞങ്ങൾ മനുഷ്യരെ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ സമാധാനം നൽകുവാൻ കഴിഞ്ഞില്ല എങ്കിലും സ്വർഗീയനാഥൻ്റെ ഇമ്പമാർന്ന ശബ്ദം, അവൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ, ഹൃദയത്തിന് സമാധാനം നൽകി തരുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. മോശ തന്നെ ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. 33-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പുരാതനായ ദൈവം നിന്റെ സങ്കേതവും കീഴേ ശാശ്വത ഭുജമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ സങ്കേതമായി, അവൻ നമ്മുടെ ശാശ്വത ഭുജമായി, അവൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുന്ന ഒരു നല്ല നാഥനാണ്. അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. മർത്യനെ ദൈവം ഉണ്ടാക്കിയത് തന്നെ എവിടുന്ന? പൊടിയിൽ നിന്നാണ്. പൊടിയെടുത്താണ് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ തിരിച്ച് പൊടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടതായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നത്. നാം ഇപ്പോൾ നല്ല ആരോഗ്യവാനായിട്ടൊക്കെ ഇരിക്കുന്നുവെങ്കിൽ തന്നെയും കർത്താവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ നാമും ഒരിക്കൽ ഈ പൊടിയോട് ചേരുന്നവരാണ്.
എന്നാൽ ഒരു കാര്യം നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. നാം ഈ പൊടിയിൽ അലിഞ്ഞു ചേർന്നാലും ഒരു ദിവസം ഉയർത്തെഴുന്നേക്കുന്ന ഒരു ദിനം ഹല്ലേലൂയ നമ്മുടെ മുൻപിലുണ്ട്. പ്രിയ സാമുവിൻ്റെ ശരീരം എവിടെ ആയിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം തേസ്റ്റയിൽ തൻ്റെ ആത്മാവ് ദൈവസേനയിലേക്ക് കടന്നുപോയി. ആ ആത്മാവ് ഇവിടെയില്ല. ഈ ഭൗതിക ശരീരം കണ്ട് നാം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ച് ഇനിയും വരും ദിവസങ്ങളിൽ അത് നാട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നത് നാം പൊടിയാകുന്നു എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തുമ്പോൾ, ദൈവം നമ്മെ പരിപാലിക്കുമ്പോൾ അവൻ്റെ പരിപാലനങ്ങളുടെ ഹല്ലേലൂയ ആ ആകത്തുക എന്തെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ നാം ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സദൃശവാക്യം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, പൊടി ആയിരുന്നിടത്തേക്ക് തന്നെ അത് മടങ്ങി ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. കാരണം അത് ദൈവത്തിൻ്റെ നീതിയാണ്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇന്നല്ല, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ വേറെ ഒരു ദിവസം നാം ഓരോരുത്തരും ഈ വഴിയായി കടന്നു പോകേണ്ടവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകേണ്ടവരാണ്. ഇന്നലെ പകൽക്കാലം ഇതുപോലെ ഒരു ശവസംസ്കാരത്തിൽ ഇന്നലെ മിനിഞ്ഞാന്നുമായി സംബന്ധിപ്പാനിടയായി. അതും 1954 ജനിച്ച ഒരു സഹോദരിയായിരുന്നു. അപ്പോൾ ഇതിന് ഏജെന്നോ മാരെന്നോ ഒന്നുമില്ല, പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് ദൈവം നിശ്ചയിച്ച സമയത്ത് ഓരോരുത്തരെയും ദൈവം ഈ ലോകത്ത് നിന്ന് വേർപിരിക്കും. അത് നമുക്കത് ഏറ്റെടുക്കുവാൻ അല്പ വിഷമമുണ്ടെങ്കിൽ തന്നെയും ഒരു ദൈവ പൈതലിന്, ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഉള്ള ആശ്വാസം എന്ന് പറയുന്നത് ഈ പ്രിയ സഹോദരൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോയെങ്കിലും വീണ്ടും കാണുന്ന ഒരു സുദിനം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് വന്ന സമയം മുതൽ പ്രത്യേകിച്ച് അവരുടെ ചർച്ചിലുള്ളവരുടെ സാക്ഷ്യങ്ങൾ നാം എല്ലാവരും കേട്ടു. ഇതുപോലെ നല്ലൊരു മനുഷ്യൻ, ആരോടും ഒരു പ്രശ്നവുമില്ല, കുഴപ്പവുമില്ല, വളരെ സൗമ്യനായി ഇടപെടുന്ന ഒരു ദൈവ പൈതലും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അത് കേൾക്കുമ്പോൾ നാമൊക്കെ ചിന്തിക്കണം, നാമും അതുപോലെ സൗമ്യരായിട്ടാണോ പോകുന്നത്? നമ്മൾ മരിക്കുമ്പോൾ 4 പേര് വന്ന് അങ്ങനെ പറയുമോ എന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം സൗമ്യരാണെങ്കിലും വഴക്കുകാരാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു കാലത്ത് പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സൗമ്യരായി ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിച്ചു പോയാൽ ഒരു ഗുണമുണ്ട്, അക്കരെ നാട്ടിൽ കാണാം. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കണം നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് നമുക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിച്ച് സ്വർഗീയ നാട്ടിൽ സ്വർഗീയനാഥനോടുകൂടെ ആയിരിക്കുവാനുള്ള ആ ഹൃദയവാഞ്ച ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും പ്രിയ സഹോദരൻ അത് കേൾക്കുന്നില്ല. ഇന്ന് പറയുന്നതൊക്കെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊന്ന് വിളിച്ചറിയിക്കുന്നു, ഇന്ന് ഞാൻ നാളെ നീ. നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പം ഇവിടെ അങ്ങനെ ഇല്ലെങ്കിലും നാട്ടിലെ ശവപ്പെട്ടിയാൽ എഴുതി വെക്കുമായിരുന്നു കൊണ്ടുപോകുമ്പം, ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ. ശവപ്പെട്ടിയുടെ 2 സൈഡിലും എഴുതി വെച്ചുകൊണ്ടാണ് ചുമ്മലെടുത്തുകൊണ്ട് പോകുന്നത്. ഹല്ലേലൂയ. അതൊന്ന് വിളിച്ചറിയിക്കുന്നു. എപ്പോഴാണ് നമ്മുടെ നാഥൻ്റെ വരവെന്നറിയുന്നില്ല, എപ്പോഴാണ് നമ്മുടെ മരണമെന്നറിയുന്നില്ല. എന്നാൽ ഇത് രണ്ടും സംഭവിക്കും. ഇതിന് രണ്ടിനും നാം ഒരുക്കമുള്ളവരായിരിക്കണം. കാരണം ഞാനൊന്ന് ഒരുങ്ങിയിട്ട് വരട്ടെന്നും പറഞ്ഞ് മരണത്തെ നമുക്ക് മാറ്റി നിർത്താനൊക്കത്തില്ല. പ്രിയ സഹോദരൻ പെട്ടെന്ന് ജോലി സ്ഥലത്ത് വെച്ചാണ് പെട്ടെന്ന് ഈ അസ്വസ്ഥത ഉണ്ടായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതെന്നാണ് നാം അറിയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വെച്ചാകണമെന്നില്ല, നാം ജോലി ചെയ്യുന്നിടത്താകണമെന്നില്ല, യാത്രയിലായിരിക്കാം, എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒന്നറിയുന്നവൻ ഒരാളുണ്ട്, അവൻ സകലവും നന്നായി ചെയ്യുന്നവനാണ്. നമ്മുടെ ദൈവത്തിന് തെറ്റ് പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും ആയിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നാം ചിന്തിച്ചെന്നിരിക്കും. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ് ഇതുപോലെ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് ഇവിടുന്ന് നാട്ടിൽ ചെന്ന് എൻ്റെ പിറ്റേ ദിവസം മരിച്ചു പോയി. ഞാനും ചിന്തിച്ചു, പ്രൈസ് ദി ലോർഡ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ ഒന്ന്, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന് തെറ്റ് പറ്റുകയില്ല. പ്രിയ സഹോദരൻ നല്ല ഒരു സാക്ഷ്യം പ്രാപിച്ചവനായി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായി, ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവനായി ജീവിച്ച് ദൈവസന്നിധിയിൽ വിളിച്ച് ചേർക്കപ്പെട്ടല്ലോ എന്നോർത്ത് നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്.
അതിൽ നമുക്ക് ആനന്ദിപ്പാൻ വകയുണ്ട്, അതിൽ നമുക്ക് പ്രമോദിപ്പാൻ വകയുണ്ട്. ദുഃഖം ഒരു സൈഡിൽ കിടക്കുമെങ്കിൽ തന്നെയും അതിലെല്ലാം ഉപരിയായ ഒരു സന്തോഷം. ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ നിത്യതയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വർഗനാഥനോട് കൂടെയാണ്. ഇവിടുത്തെ ജീവിതം 70-10 80 മാത്രം. അതിൻ്റെ നീളുമായുസ് അത് വളരെ കഷ്ടതയും പ്രയാസവും നിറഞ്ഞാണെന്നൊക്കെ നാം വായിക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒന്നോർക്കണം, ഇതൊക്കെ കഴിഞ്ഞ് യുഗായുഗങ്ങൾ നമ്മുടെ കർത്താവിനോട് കൂടെ വസിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഇവിടെ ആയിരിക്കുന്ന നാം അതിനുവേണ്ടി ഒരുങ്ങി ജീവിച്ചെങ്കിൽ മാത്രമേ പ്രൈസ് ദി ലോർഡ് ആ നിത്യ തുറമുഖത്ത് അവനോടുകൂടെ നമുക്കായിരിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് കിട്ടുന്ന സാവകാശങ്ങൾ, ഇവിടെ നമുക്ക് കിട്ടുന്ന സാവകാശങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി, അവൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായി, അവനെ ഉയർത്തി കാണിക്കുന്നവരായി നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് താൻ കടന്നുപോയി. കാരണം നല്ല സാക്ഷ്യം പ്രാപിച്ചവരെ ഒക്കെ അങ്ങനെ വരത്തുള്ളല്ലേ. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ദൈവകൃപയിൽ നിന്ന് ദൈവകൽപ്പന അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോയ പ്രിയപ്പെട്ടവന് വളരെ പ്രത്യാശയുണ്ട്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ വീണ്ടും ഒന്ന് കാണാം. ഈ ഭൂമുഖത്ത് കണ്ടില്ലേലും ഈ ശരീരത്തോടല്ല. ഹല്ലേലൂയ. പിന്നീട് എന്തുവാ, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി നമുക്കവനെ കാണുന്ന ഒരു സുദിനമുണ്ട്. ആ ശരീരത്തിൽ അന്ന് വേദനയില്ല, പ്രയാസമില്ല, ദുഃഖമില്ല. ഹല്ലേലൂയ. ഇന്നിവിടെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, പ്രഷർ ഉണ്ടാകും, പലതും ഭാഷ ഇവിടെ പറഞ്ഞ പോലെ പലവിധ അസുഖങ്ങളൊക്കെ ഉള്ളവരാ. എന്നാൽ നാം സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇവൻ എന്തോ ആരോഗ്യമായിട്ട് നടക്കുന്നത്. പക്ഷേ അവരവർക്കേ അറിയത്തുള്ളൂ അവരുടേതായ പ്രശ്നങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം നിശ്ചയം, എന്തൊക്കെ അസുഖം ഉണ്ടായിരുന്നാലും പരിപാലിപ്പാൻ കഴിവുള്ള ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ഒരു സ്വർഗീയനാഥൻ കൂടെയുണ്ട്. ആ സ്വർഗീയനാഥനോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് വേദനയുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. കാരണം എന്നെ മെനഞ്ഞ ദൈവം എന്നെ അറിയുന്ന ദൈവമാണ് എന്നുള്ളത് അല്ലേ. പൊടിയിൽ നിന്ന് അവൻ മനുഷ്യനെ ഉണ്ടാക്കി എങ്കിൽ പ്രൈസ് ദി ലോർഡ് ആ പൊടി മടങ്ങി ചെല്ലുന്നത് വരെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളവൻ കൂടെയാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം അവൻ്റെ കരങ്ങളിലായിരിക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ. നാം അവൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കുന്നുവെങ്കിൽ, കാരണം വഴിവിട്ട് പോയെങ്കിൽ പിന്നെ ദൈവത്തിനോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോയ പ്രിയ സഹോദരനെ ഹല്ലേലൂയ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇതിലെല്ലാം ഉപരിയായി സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനത്താൽ നമ്മുടെ ഉള്ളങ്ങളെ ദൈവം നിറച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1954 മെയ് 24 പ്രിയ സാമു ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണപ്പോൾ താൻ കരഞ്ഞുകൊണ്ടാണ് വീണതല്ലേ. ഇല്ലേ, ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ കരഞ്ഞുകൊണ്ടല്ലേ വീഴുന്നേ. ഞാൻ കേട്ടിട്ടുണ്ട് കരഞ്ഞുകൊണ്ടല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും പിച്ചിയോ എങ്ങനെയും കരയിക്കണമെന്ന്. ഞാൻ മെഡിക്കൽ സൈഡൊന്നും എനിക്കറിയത്തില്ലെങ്കിലും അറിയാവുന്നവരിവിടെ ഉണ്ടല്ലോ പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ കുഞ്ഞ് ലോകത്തിലേക്ക് അന്ന് കരഞ്ഞുകൊണ്ട് വീണ എന്താ, യോ ഈ ലോകത്തിലെ കഷ്ടതയ്ക്കായി ഞാൻ പറഞ്ഞല്ലോ എന്നോർത്ത. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ പ്രിയ സഹോദരനെ നവംബർ 21 ഈ സഹോദരനെ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോയി. എന്താ, ഇന്ന് നമ്മളെ എല്ലാം കരയിക്കാൻ വേണ്ടി. ഓർക്കണം, അത് നാം അത് ചിന്തിക്കണം. നാം ഈ ലോകത്തിൻ്റെ കഷ്ടതയ്ക്ക് വേണ്ടി ഒരിക്കൽ ഈ ലോകത്ത് പിറന്നു വീണപ്പോൾ കരഞ്ഞുകൊണ്ട് വീണെങ്കിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടൊന്നുമല്ല പോയത്, അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പോയത്. ഹല്ലേലൂയ. അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നാം മരിക്കുന്ന നാം അറിയുമോ എങ്ങനെ രോഗം വന്നാലും ഹാർട്ട് അറ്റാക്ക് വന്നാലും ഏത് വന്നാലും മരിക്കുന്നവർ കാര്യത്തിൽ എങ്ങനെ മരിച്ചു പോയെന്ന് അവർ ദൈവത്തോട് എടുക്കപ്പെടുകയാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ ഇന്ന് പോകുന്നു, നാളെ നീയാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിനോടുകൂടെ ആയിരിക്കുവാൻ? അതായിരിക്കണം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ ലോകത്തിലെ ജീവിതം അല്പസമയം കൊണ്ട് കഴിഞ്ഞു പോകുന്നതാണ്. ചില നിമിഷങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ ഒക്കെ നീണ്ടുപോയിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ്, ദൈവം തരുന്ന സമയങ്ങൾ,
ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ അവിടെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ 12-ാം വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അതാണ് ഇതിന് നമ്മെ വിളിച്ചറിയിക്കുന്നത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിപ്പിക്കണം. നാം ഇന്ന് ചിന്തിക്കണം, എൻ്റെ നാൾ ഇന്നാണോ? ഇന്ന് ഇവിടുന്ന് കടന്നു പോകുന്ന വഴിയാണോ? നാളെയാണോ എൻ്റെ കർത്താവിൻ്റെ സന്നിധി ഞാൻ കടന്നു പോകുമോ എന്നുള്ളത് നാം ചിന്തിക്കുവാൻ വേണ്ടി, അത് നാം മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് സമയങ്ങൾ നീട്ടിവെച്ച് ഞാൻ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ഇന്നത് ചെയ്യാമെന്നൊക്കെ നാം പ്ലാൻ ചെയ്യുന്നുണ്ട്. നാം വെക്കേഷന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ടിക്കറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ചിലത് നടക്കാറില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ ഒരു കാര്യം, അത് ഒക്കെ നമ്മെ വിളിച്ചറിയിക്കുന്നത്, നിങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അത് നാം ദൈവവചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു ചെന്ന്, ദൈവമേ എനിക്കിനി ഒരു ദിവസമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഇഷ്ടം ചെയ്ത് അവൻ്റെ കൽപ്പന അനുസരിച്ച് അവനെ പ്രസാദിപ്പിച്ച് നല്ലൊരു ജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രീസലോടെ ഹല്ലേലൂയ. 1 തെസ്സലോനിയൻ്റെ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, അതിൻ്റെ 16, 17 വാക്യങ്ങൾ 18 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ ഞങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമെന്ന് ക്രിസ്ത്യാനികളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലേ? ഇല്ലയോ? ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഒരു ദിവസം നമ്മുടെ നാഥൻ നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും. എന്നാൽ ഹല്ലേലൂയ, അവിടെ കാണുന്നത് എന്തുവാ? അന്നെന്തുവാ സംഭവിക്കുന്നത്? അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് മേഘങ്ങളെടുക്കപ്പെടും. പ്രിയ സഹോദരൻ, പ്രിയ സാമു, ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുവാനിടയായി തീർന്നു. അത് നല്ല സാക്ഷ്യം നമ്മൾ ഇവിടെ ഇരുന്നവരൊക്കെ കേട്ടു. ഹല്ലേലൂയ. അവരുടെ ചർച്ചിൽ നിന്നുള്ള ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ. പിന്നെ പ്രിയപ്പെട്ടവരോട് ചോദിക്കേണ്ട, അവരതിലും നല്ല സാക്ഷ്യങ്ങളെ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, താൻ നല്ല ഒരു ജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവനായി ജീവിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ കാഹള ശബ്ദത്തിങ്കൽ താൻ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സുദിനമുണ്ട്. ഹല്ലേലൂയ. നാമും ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിന് മുൻപേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുവാനുള്ള ഒരുക്കം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനുള്ള ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. ദൈവകൃപയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി ജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ലാലിക്കുട്ടിയും കുഞ്ഞുങ്ങളെയും പ്രിയ സഹോദരങ്ങളെയും സഹോദരിയും ഒക്കെ വലിയവനായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഈ സമയം മാനുഷിക ശബ്ദങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആശ്വാസം പകരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിൽ തന്നെയും മാറ്റമില്ലാത്ത ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആശ്വാസം പകർന്നവരും പ്രത്യാശ പകർന്നവരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശ ഈ പ്രിയ സഹോദരനെ വീണ്ടും കാണാമെന്നുള്ളതാണ്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതായിരുന്നെങ്കിൽ നാം ഒത്തിരി കരഞ്ഞാലേ മതിയാകത്തുള്ളായിരുന്നു. എന്നാൽ വേർപാട് ദുഃഖമുണ്ട് എന്ന് അറിയാം. അത് നമ്മളെല്ലാം അറിയുന്നവരാണ്. നാം കരയണം. കരഞ്ഞില്ലെങ്കിൽ ആ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞില്ലെങ്കിൽ അത് അതിലും പിന്നെ വലിയ വിഷമമായി തീരും. അതുകൊണ്ട് നല്ലപോലെ തന്നെ കരയണം. പ്രൈസ് ദി ലോർഡ്. കാരണം അതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. കരഞ്ഞ് നമ്മുടെ ആ വേദനയൊക്കെ അങ്ങ് പോകുമ്പോൾ നാം ഒന്നുകൂടെ റിലാക്സ് ആകും. കരയാതിരുന്നാൽ പിന്നെ അത് നമ്മുടെ ഹാർട്ടിനെ കൂടുതൽ ബാധിക്കും. അതുകൊണ്ട് കരയുക അത് നല്ലതാണ്. എന്നാൽ കരയുക മാത്രമല്ല, നാമും ക്രിസ്തുവിന് വേണ്ടി പ്രയോജനമുള്ളവരായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു നല്ല ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് പ്രിയ സഹോദരനെ എനിക്ക് വീണ്ടും കാണണം എന്നുള്ള, കാരണം തന്നെ സ്നേഹിക്കുന്നവരും തന്നെ ഓടുകൂടെ സഹകരിച്ചവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഇനി ഈ സഹോദരനെ എനിക്ക് ഒന്നുകൂടെ കാണണമെന്നല്ലേ?
പ്രൈസ് ദി ലോർഡ്. അപ്പം നാം ഓർക്കണം, അതിനുവേണ്ടി നാം ഒരുക്കമുള്ളവരായി ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ നമ്മെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ കുടുംബമായുള്ള കണ്ടോളൻസ് ഈ സമയം ഞാൻ അറിയിക്കുന്നു. പ്രിയ ലാലി സഹോദരി ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ പ്രത്യേകാൽ ഞങ്ങളുടെ കണ്ടോളൻസ് അറിയിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പശ്ചാത്തലം കൊണ്ട് നാമത്തിലുള്ള കണ്ടോളൻസും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ, പ്രത്യാശയാൽ നിങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, നാട്ടിൽ കടന്നു പോകുന്ന യാത്രയിലും അവിടെ തുടർന്നുള്ള ശുശ്രൂഷയിലും വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങൾക്ക് വീണ്ടും സമാധാനം നൽകട്ടെ. At this time we will sing a song, and those who want to view the body do so. പലരും ഇവിടെ നിൽക്കുന്നുണ്ട്, പോകേണ്ടത് കാണും. ദയവായി പാട്ട് പാടുമ്പോൾ ഇതിലെ വന്ന് ബോഡി വ്യൂ ആണ് ഓർമ്മിക്കുന്ന കർത്താവ് സഹായിക്കുന്നതായിട്ട്. About tomorrow, I just live from day to day. I don't borrow from His sunshine, for His skies may turn to gray. The future, for I know what Jesus said, and today I walk beside Him, for He knows what is ahead. Many things about tomorrow, and I don't seem to understand, but I know who holds tomorrow, and I know who holds my hand. Every step is getting brighter as the golden stairs I climb. Every burden's getting lighter, every cloud is